മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രേക്ഷകരുടെ ഇഷ്ടക്കൂട്ടുകെട്ടാണ് മോഹൻലാൽ പ്രിയദർശൻ. ബോയിങ് ബോയിങ്, കിലുക്കം, വന്ദനം, തേന്മാവിൻ കൊമ്പത്ത് തുടങ്ങി ഇരുവരും ഒന്നിച്ചപ്പോഴെല്ലാം പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ട്. പ്രിയദർശന്റെ പല സിനിമകളും തിരക്കഥയില്ലാതെയായിരുന്നു ഷൂട്ട് ചെയ്തത് എന്നും അന്നെല്ലാം ചെയ്യാൻ പോകുന്ന സിനിമയുടെ തിരക്കഥ വായിക്കാൻ തരുമോ എന്ന് പ്രിയദർശനോട് ചോദിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. അത്തരത്തിൽ ആദ്യമായി തന്നെ തിരക്കഥ തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയുടേതാണെന്നും അതോടെ തനിക്ക് തൃപ്തിയായെന്നും മോഹൻലാൽ പറഞ്ഞു. പ്രിയദർശൻ സിനിമകളിലെ തമാശകളെല്ലാം ഇന്ന് ഓർത്തിരിക്കുന്നുണ്ടെന്നും മിഥുനം, മിന്നാരമെല്ലാം അത്തരത്തിൽ ഓർത്തിരിക്കുന്ന സിനിമകളാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. പുതിയ സിനിമാക്കാർ പറയുന്നില്ലേ തിരക്കഥ എന്തിനാണ്, സിനിമ മനസ്സിലായില്ലേ എന്നല്ല. വർഷങ്ങൾക്ക് മുമ്പേ അതെല്ലാം ഇവിടെ പരീക്ഷിച്ചു കഴിഞ്ഞതാണ്. ആ കാലത്തെല്ലാം ഞാൻ സ്ഥിരമായി പ്രിയദർശനോട് പറയുമായിരുന്നു. ഒരാഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ് പ്രിയ, സിനിമ തുടങ്ങുന്നതിന് മുമ്പേ തിരക്കഥയൊന്ന് വായിക്കാൻ കിട്ടുമോ എന്ന്. നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനുള്ള താല്പര്യം കൊണ്ടായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരിക്കലൊരു സിനിമയുടെ സെറ്റിൽ ചെന്നപ്പോൾ പ്രിയദർശൻ അഭിമാനത്തോടെ ഒരു പുസ്തകം മുന്നോട്ട് നീട്ടി. വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചു ചോദിച്ചുകൊണ്ടിരുന്നത് ചെയ്യാൻ പോകുന്ന സിനിമയുടെ എഴുതി പൂർത്തിയാക്കിയ തിരക്കഥ. കൈ കൂപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട, തൃപ്തിയായി, എനിക്ക് വായിക്കേണ്ട. അതായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. പ്രിയൻ സിനിമയിലെ പല തമാശകളും ഇന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അമ്പിളിച്ചേട്ടനുമായി ഒന്നിച്ച രംഗങ്ങളെല്ലാം ഏറെ ഇഷ്ടപ്പെട്ടതാണ്. മിഥുനത്തിൽ നെടുമുടി വേണുചേട്ടൻ പൂജ ചെയ്യുന്നതും മീന ചേച്ചി ഓടുന്നതെല്ലാം ഇപ്പോൾ കാണുമ്പോഴും ചിരിക്കാറുണ്ട്. അതുപോലെ താളവട്ടത്തിൽ സോമൻ ചേട്ടന്റെ മുന്നിൽ നിർത്തിയിട്ടുള്ള അമ്പിളിച്ചേട്ടന്റെ പെർഫോമൻസ്, മിന്നാടത്തിലെ ചില രംഗങ്ങൾ, അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നവ പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുണ്ട്, മോഹൻലാൽ പറഞ്ഞു.